ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗുകൾ കണ്ടിട്ടുണ്ടാവും, എന്താ അഭിപ്രായം കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ചായി നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പുതിയൊരു വ്ളോഗാണ്. നമ്മൾ കൊച്ചിക്ക് വന്നതാണ്. എന്തിനാണ് അർഷ കൊച്ചിക്ക് വന്നത്? നമ്മളിന്ന് കൊച്ചിക്ക് എന്തെങ്കിലും ഫ്രീ ആണ്, എല്ലാവരും ഫ്രീ ആണ് പറഞ്ഞേ. അപ്പോൾ ഞാന് നിഹാല് സൽമാന് നബീല് ഞങ്ങളെല്ലാവരും പാടെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പം നമുക്ക് കൊച്ചിക്ക് പോവാ, പിന്നെ നമുക്ക് ഒന്ന് കൊച്ചി ഒന്ന് ചില്ല് ചെയ്തിട്ട് പോരാന്നുള്ള മൂഡിൽ പോകുന്നതാണ്. അപ്പോൾ നമ്മള് ഇവിടെ സംഭവം എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ എത്തിയത്, എന്നാൽ ടർഫ് കളിച്ചു കഴിഞ്ഞ് നമ്മള് രാവിലെ 3 മണി ആയിക്കണേ, 4 മണി ആയിക്കണേ, 4 മണിക്ക് അവിടെ പോകുന്നത്. ഇവിടെ രാവിലെ 7 മണിക്ക് എത്തിയവിടെ കടന്നതാ. ഇപ്പോഴാണ് നീക്കണത്. ഇപ്പോൾ ആ സമയം 5 മണി, 5:09 ആയിട്ടോ. 5 മണിയായി. അത് കൊച്ചിയിൽ വന്ന് നമ്മൾ മെയിൻ കാണേണ്ട സ്ഥലമുണ്ട്, അതാണ് ലുലു മാൾ. ഇവിടെ വന്നിട്ട് കേറാതെ പോയാല് കൊച്ചി വന്നാൽ ലുലു മാളിലൊന്ന് കയറണം. അപ്പൊ എന്താണ് ഇവിടെ എന്തൊക്കെ ഗെയിംസ് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ്, അതായത് SPക്കും ശരത്തും ഡാക്സും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നിഹാലും സൽമാനും പോലെ കൂടെ ആദ്യം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ 2 സാധനം മേടിക്കാൻ വേണ്ടി അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ നേരെ ലുലു മാളിലെത്തി. ഇന്ന് ചെയ്യാൻ പോണ കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെയാണ് കളിക്കാൻ പോണത്. എന്താണെന്നുള്ള അറിയില്ല. ചെറിയ വ്ളോഗ് ഇങ്ങനെ വെറുതെ വ്ളോഗ് എടുക്കുക, അത് കാണാലോ എന്നുള്ളൊരു മൂഡിൽ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും വ്ളോഗ് കാണുക, അതെ, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തായാലും വിജയിപ്പിക്കുക. ഇനി എന്തായാലും ഇൻഷാല്ലാ പുതിയ വ്ളോഗുകളൊക്കെ നല്ല നല്ല പുതിയ കണ്ടന്റുകൾ വരാനുണ്ട്. നമ്മൾ കുറെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇനി കുറച്ച് ഞാൻ അസറും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അസറുവിന് ഒരു പ്രാങ്ക് നമുക്ക് തന്ന പോലെ ഒരു പ്രാങ്ക് നമ്മള് ഇവിടെ പ്രതീക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വ്ളോഗ് കാണണ്ടാവില്ല, അതുകൊണ്ട് പിന്നെ വലിയ സീനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണോ. അപ്പൊ എന്തായാലും നമ്മൾ കാഴ്ചകൾ കാണിച്ചു തരാം. അതാ പാർക്കിങ്ങിൽ പോയോണ്ടിരിക്കുകയാണേ. ഓ നല്ല തിരക്കുണ്ടല്ലോ. ഇന്നെന്താ ദിവസം? ദീപാവലിയോ? ഒന്നാമത് ഇപ്പൊ സ്കൂൾ പൂട്ടൂടെ കൊണ്ടേ എല്ലായിടത്തും വൻ തിരക്കാ. ഓ കോഴിക്കോടൊക്കെ ഉണ്ടല്ലോ. കോഴിക്കോട് ഇബല് മിഞ്ഞാന്നൊരു കഥ ഉണ്ടായി. കോഴിക്കോട് രാത്രി 2 മണിക്ക് ഡെക്കാത്ലോണിന്റെ അടുത്ത പാലത്തിന്റെ അവിടെ വൻ ബ്ലോക്ക്. ഇബലെന്താ ചെയ്ത വെച്ചാൽ ബ്ലോക്ക് ഇങ്ങനെ കുറെ നേരം കാത്തുന്നു. അർഷീം സൽമാനൊക്കെ ഉണ്ട്. അരമണിക്കൂർ ഞങ്ങൾ ബ്ലോക്കിൽ കാത്തുന്നു. പിന്നെ ഉറങ്ങി. അതിലപ്പുറത്ത് സൽമാൻ ഉറങ്ങി, ബാക്കിൽ എന്റെ ഫ്രണ്ട് ഉറങ്ങി. പിന്നെ അതിലെന്തായിട്ട് ഞാനും വെറുതെ ഇങ്ങനെ കടന്നു, മൊബൈൽ കളിച്ച് ഇങ്ങനെ കടന്നപ്പോ ഞാനും ഉറങ്ങിപ്പോയി. എന്നിട്ട് അരമണിക്കൂർ കുറെ നേരം എടുത്തു. കുറെ നേരം വലിയ ബ്ലോക്കിൽ ഇരിക്കുക. ഉറങ്ങിപ്പോയി ചെയ്ത്. എന്നിട്ട് ലാസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞപ്പോ ഒരു കാക്ക വന്നാണ്ട് മുട്ടി എണീപ്പിച്ചാണ്. ബ്ലോക്ക് കഴിഞ്ഞ് പോവല്ലേ ചേച്ചിനോട്. വണ്ടി വേണ്ടേ? എന്താ പരിപാടി? എടാ ഷട്ടർ പൊങ്ങനെ മുന്നേ ഇതാ പടക്കം. ഇത് കൊറേ നേരമായിട്ടോ. ഇതിൽ ആര് ജയിച്ചിക്കണാരാ? സൽമാനോ? ലാസ്റ്റ് സൽമാനാണ് ജയിച്ചിരിക്കുന്നത്. 109 പോയിന്റ് ആയിട്ട് ഡിസ്കോ. പഠിച്ചോ ജി? തോറ്റോ? ഞാനെന്താ പണി? ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അവിടെ എറിഞ്ഞു പൊളിച്ച. നമ്മളിവിടെ വന്നപ്പോണ്ട് കുറെ നേരമായി തോന്നുന്നുണ്ട് കളി തുടങ്ങിയിട്ട്. രണ്ടെണ്ണോടി ഒറ്റൊന്നില്ല, എല്ലാം തള്ളിയിട്. അടുത്തല്ലോ സൽമാൻ ഫുൾ ഇട്ടില്ലേ? സൽമാൻ എങ്ങനെ 44 പോയിന്റ് ആയത്? സാരില്ല. അടുത്തതായി
Salman on stage, let's go. Yeah, no, Salman, ഇതാ മുന്നേറിക്കൊണ്ടു ഇതാ. എടാ അവന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കല്ലേ വരട്ടെ. സുലൈമാൻ കാ ഒന്ന് പാളി. അടുത്തേല് എടുത്തൊക്കെ കുട്ടികളുടെ രാജാവ്, അതില് അത് ഇതാവട്ടെ. കുട്ടികളുടെ രോദനം, പടക്കങ്ങളുടെ വീരൻ. അടുത്തത് പുലു. പുലിയല്ല, പുലു. അങ്ങനെ തരില്ല കേട്ടോ. ഫുൾ പൈസ ഞാൻ പറഞ്ഞില്ല ഞാന് ഭയങ്കര കളിയാണെന്ന്. ഞാന് ഭയങ്കര ഞാന് ഭയങ്കര ഒന്നിടനുണ്ടോണ്ടി. ഞാനെന്ന് പറഞ്ഞ ക്യാമറ എടുക്ക്, ഒറ്റ ഒന്നിടാൻ അടി നോക്ക്. ഞാനിലെ കൈയിന് ഭയങ്കര പവറാ. അപ്പൊ എടുത്ത നോക്ക്, ഞരമ്പൊക്കെ കണ്ടില്ലേ വലിഞ്ഞു മുറിക്കണോ. പോണോ? എവിടുക്കാ പോണേ? എവിടുക്കാ പോയേ? നേരത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയി. അടുത്തതായി പൊളി ഷെർത്ത് ഓൺ ഫ്ലോർ. ശരത്താണ് അടുത്ത് കയറ്. എങ്ങനത്തെ ടീമൊക്കെ അറിയണേ? മാറിന്നോ ചെങ്ങായി, മാറിന്നോ. ശരത്ത പൊളിച്ചടാ. ശരത്തുണ്ട് കേട്ടോ. ശരത്ത് സ്ഥിരം പെടാൻ തോന്നുന്നുണ്ട്. എനിക്ക് 100 അല്ലല്ലേ 52 ആയിട്ടുള്ളൂ. കടി പോയല്ലോ. ആയിക്കോട്ടെ. നമ്മള് അവസാന റൗണ്ട് കൂടെ കടന്നു പോണത്. അവസാന നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മിനാർക്കുയുടെ രോമാഞ്ചം. ടാസ്കോ ടാക്സോ 3 കളി ഇട്ടു. രണ്ട് കളി നമുക്കൊക്കെ സ്വപ്നം കാണാം. ശരത്ത് എന്താ വെച്ചാല് ശരത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സംഭവിക്കൂട്ടോ. ശരത്തിനെ ഒഴിഞ്ഞാലോ ഫുള്ളായിട്ട് പോകുന്നാണ് പറയുന്നത്. ഉണ്ട് കേട്ടോ. ശരത്തിന്റെ ഉണ്ട്, സാറുണ്ട്. ഗൈസ് അടുത്ത അർഷി. അടുത്ത അർഷിയാണ് ഗൈസ്. അൻ്റെതല്ല. നാരങ്ങപ്പാല് നാരങ്ങപ്പാല് ചൂട്ടക്ക് 2 ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി വരുന്ന ചാടി വരുന്ന അടുക്കത്തെ കള്ളനെ പിടിച്ചോളേ. അടുത്തതായി സൽമാന് പകരം അർഷി. എന്താ അറിയോ? അർഷി എന്താ കാട്ടിയറിയോ? അതിമ ഉള്ള സംഖ്യ 11 ഉള്ളെടുത്തു. 11 ചാടുന്ന എഴുതിട്ട് 11 എഴുതിയെടുത്തു. അർഷി 11 ചാടുന്ന എഴുതിട്ട് 11 എഴുതിയെടുത്ത്. എണ്ണം കൂടുതലെല്ലാം എടുത്തോ? വലിയ സംഖ്യ എടുത്തോ? വലിയ സംഖ്യ ഒക്കെ തന്നെ എടുത്തു. അതാകുമ്പോ കൊറേ എണ്ണത്തിന് കൊള്ളും. അർഷി ഇങ്ങനെയൊക്കെ ആക്കിയൊക്കെ ഞാൻ സ്തംഭിച്ചു പോയി. അർഷി കൊണ്ടുപോയി. അർഷിയ ആ 2 അക്ക സംഖ്യ 3 അക്ക സംഖ്യ ആക്കി തരുമോ? എന്തൊക്കെയായാലും സൽമാ തോൽക്കും, അത് വേറെ കാര്യം. പക്ഷേ പാളി. ഞാൻ 6 കേട്ടാ. എത്ര? 103 അല്ലേ? അടുത്തതായി സൈക്കോ ആണ് എറിയാൻ പോകുന്നത്. അതെങ്ങനെയാ? നല്ല റിബിടുന്നല്ല അവിടുന്ന് അതല്ല, ഇത് ഇങ്ങനെ തന്നെ. ഞാൻ മറന്നുപോയി. ചെറിക്കണ്ടിട്ടു.
SPK മാറുന്നോ സൈക്കോ ഇവിടെ അങ്ങോട്ടല്ല ഇവിടെ മാത്രം ഇതില് സെന്റർ ഹായ് എവിടുക്കാ പോണേ ഒരേ കൂടി കിട്ടുമോ? അടുത്ത പുലു പുലു പുലികളെ പൈപ്പിക്കുന്ന പുലു 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 2 കൂടി പറഞ്ഞ പ്രാക്ടീസ് ആവും. അത് മോശമായി വളരെ മോശമായി, വളരെ മോശമായി. തരാത്തത് മോശമായി. നാലെണ്ണം പറഞ്ഞിട്ടുള്ളത്. ചായ കളിയങ്ങ് ഹർഷി SPK ജയിപ്പിച്ചു കൊടുത്ത ആരാറ് ഹർഷി. അതന്നെ അതിട്ടോടെ ജയിച്ചത്. എടാ പൊട്ടാ, ഞാനാ 10 ഇട്ടീന്. അതിന് മുന്നേ ഞാൻ 10 എടാ എനിക്ക് 118 ഓന് 114. അതാ പറഞ്ഞ മണ്ട. അതിന് മുന്നേ അത് ഞാൻ ഇടുകയാണെങ്കിൽ അത് എനിക്ക് അറിയാനുള്ള ബോളാ. അത് വീകണ്ടേ I think you are second. അത് Second ആ? ഇനി എന്താ നമ്മളെ പരിപാടി? ഇനി എന്താ വേണ്ടി? ഗോ കട്ടിങ് പോണം. ഗോകാർട്ടിങ് കൊടുത്ത എന്താ അവസ്ഥ? എടാ ഞമ്മക്ക് ഇങ്ങോട്ട് പോയാലോ? ഏതാ? മറ്റേ പബ്ജിയാ? പബ്ജി അല്ല, ബ്രെഡ് ഷൂ അല്ല സോനിനുണ്ടാവില്ലേ? ഒരു മധുരം ക്രീമെണ്ണോ ഓടുണ്ടോ? ഇജ്ജ് പറയണത് കേക്കൂല. മൈക്ക് വേണോ? എന്ത് ഇജ്ജ് പറയണേന്റെ എക്കോ ഞാൻ പറയേ. ഇന്നത്തെ ഫുൾ ട്രീറ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നബീല. ഓ ലുലുമാളിന് എല്ലാരും മെസ്സേജ് അയക്കണ്ടാവേ. ലുലുമാളുണ്ടോ? നിയാലിക്ക ലുലുമാളുണ്ടോ? നിയാൽക്കാന്റെ ഫാനാണ്, കാണാൻ പറ്റുമോ? നിയാലിക്ക ഞാനാണ് ഇടക്കിടക്ക് മൂത്രയിക്കാനാണ് പോകണ്ടേ. എടുക്ക എങ്ങോട്ടോ ഒന്ന് പോകണ്ട്. ലുലുമാള് വെറുതെ കറങ്ങാ, ഫുഡ് കോർട്ടൊക്കെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരാ. നമുക്ക് KFC കഴിക്കാൻ പോവല്ലേ? എന്തോ എന്താണാവോ? പിന്നെ ഇജ്ജ് കറങ്ങാൻ പോയല്ലോ, ഞാൻ ഇല്ലാത്തപ്പോ ഇജ്ജ് കറങ്ങാൻ പോയി. വെച്ചോ പരിപാടി എന്താ? ആകെ ശീലാവട്ടോ. അടുത്ത പരിപാടി എന്ത്? മധുരം തിന്നണ്ട. കഴിക്കാൻ പോയി ആയിക്കോട്ടെ. ഡബ് ചെയ്തോ? ചായ കുടിക്കാൻ SPK അയ്യോ നാവ് പൊള്ളി അയ്യോ സമൂസ ആ സമൂസ സമൂസ. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് അല്ലേ? മിമിക്കല്ലോ മിമിക്കരിയാ എനിക്കറിയില്ല, ഞാൻ ആദ്യം പറഞ്ഞത്. അതിനിപ്പോ ഇന്നത് ഓൾറെഡി ചലഞ്ച് ഞാൻ പിന്നെ ഉണ്ടാക്കിയത് ഷൈക്ക് ഉണ്ടാക്കാറില്ലല്ലോ, ഞാൻ ആദ്യം പറഞ്ഞത്. ഓ ഇതെന്താ ഉണ്ടാക്കണേ? മൈക്ക് കൊടുക്കും. സമൂസ കഴിച്ചു തിന്നല്ലേ? എന്നാ ചായ എടുക്കാൻ ഒറിജിനൽ സൗണ്ട് മിമിക്രിയാണ്. വെരി ഗുഡ്. നാടക നടനാ അഭിനയിച്ച നാടകത്തിന്റെ പേരെന്താ അറിയോ? പിന്നെ കുട്ടികൾക്ക് കാണാൻ പറ്റൂല, 80+ ഒക്കെ കൊടുക്കുന്നു. അത്ര ലജ്ജാവഹമായ സംഭവം. കുറച്ച് ചായ കുടി.
നബീൽ എന്റെ ഷർട്ടിൽ എങ്ങനെ ഓട്ടായി എന്റെ ഷർട്ടിൽ എങ്ങനെ ഓട്ടായി നബീല് അടിയിൽ നബീലിന്റെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക. അപ്പൊ നബീല് കീറിയ ഷർട്ടൊക്കെയാണ് ഇടുന്നത്. അപ്പൊ കഴിയണോലൊക്കെ ഒന്ന് സഹായിക്കുക. ഇതാരോ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ആരോ കൊടുത്താണോ ഒഴിവാക്കിയെ? നബീലിന്റെ വ്ളോഗില് സ്വന്തം വ്ളോഗില് എല്ലാരും ഇരുന്ന് നോക്ക, വട്ടത്തിലിരുന്ന് നോക്ക. നബീലിന് വ്ളോഗ് ഇടൂല കേട്ടോ, എന്നെ ഊക്കാണ് അറിയാണ്ട്. ഈ വ്ളോഗ് ഇട്ടില്ലെങ്കിൽ സീനാണ്. ഇത് കട്ട് ചെയ്ത് ഞാൻ കട്ട് ചെയ്തുള്ളൂ കേട്ടോ. ആ പിന്നെ ഒന്നും പറയല്ല കേട്ടോ, മൈക്കുണ്ട് ഇവിടെ. അതന്നെ അറിയാം, മൈക്കുണ്ട്. ഞാൻ തന്നെ ഞാനോട് പറയാം, ഒന്നും പറയില്ല അറിയാം. ഗൈസ്, ആദ്യമായിട്ട് പഞ്ചായത്ത് വിട്ടു പോകുന്ന രണ്ടാൾക്കാര് ലുലുമാള് കാണാൻ വന്നാ. അതന്നെ അറിയണ്ട, ഒന്നും വ്ളോഗല്ലേ? നാലു എന്തൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ എന്തായാലും കിട്ടിണ്ടാവും. ഞാൻ പറഞ്ഞു കൊടുത്താലോ എന്താ പറഞ്ഞത് കൂടെ. ഇതിലെ അയിലെ അതെ നിയാലിന്റെ മുഖത്ത് മറ്റേത് കറക്റ്റ് പറഞ്ഞു. ഇപ്പൊ വ്ളോഗായി വ്ളോഗായതുകൊണ്ട് അറിയാത്ത പോലെ നിക്കണേ. വ്ളോഗായതുകൊണ്ട് അവനോട് ചോദിച്ചാൽ ലുലുമാള് ലിഫ്റ്റ് എവിടെയാണ്, എക്സിറ്റ് എവിടെയാണ് ഒക്കെ. ഓഫറുകളാൽ സമ്പന്നം. വിഷു കൈനീട്ടം. എടാ ഞാൻ ഒരു പാന്റ് കൊടുത്തീനു. ഇവനിക്കൊരു ഷർട്ടും അർഷിക്കൊരു പാന്റും. ഇത് കേരളമല്ലല്ലോ. വാവ്, നബീല് സ്വന്തം വ്ളോഗില് ഊക്കിങ്ങനെ മേടിക്കാം. എന്റെ പാന്റ് പാകാവൂലേ, പാക അവിടെ കൊടുക്കൂലേ. ഞാൻ കൊടുത്തോന് പറ്റണില്ല, കൊടുത്തോട്ടു ടൈറ്റ് ആണ്. കോടായിരുന്നു അത്. ഇത് ലൂസാണ്. എന്റെ സൈസ് 30 പക്ഷേ ഇങ്ങനെ നടക്കണം. മുഖല്ലേ അർഷിക്ക് ഒരു കോട്ട് അടിച്ചു കൊടുത്താലോ? എടാ വൈ എന്താ ഡൗട്ട് ഉണ്ടെന്ന് ഞാനോട് ചോദിച്ചാ. ട്രൗസർക്ക് ഒരു കോട്ട് അടിച്ചു കൊടുത്താലോ? കോട്ട് ഇടുവോ? ഇതൊരു കോട്ട് ഇടുവോ? കോട്ട് ഇട്ടോ ഇവിടുന്ന് വാ, വെറുതെ വാ വാ, കല്യാണക്കല്ല വരാനുള്ളത്. പോയി നോക്കാം. കുഴപ്പമില്ല ഇട്ടൊക്കെ പറ്റു വെച്ചോക്ക. ഒരു മോശമാണ്. എന്ത് അല്ല ആ പാട്ടൊക്കെയാണ്. എല്ലാരും എവിടക്കാ പോണേ? ലുലുമാളിക്ക് വന്നാലോ? ലുലുമാളിൽ എന്താ പരിപാടി? എന്ത് സാധനം മേടിക്കണേ? ഷർട്ട് ഓട്ടായി. ഷർട്ട് മേടിക്കാൻ വന്നാണേ. നിങ്ങൾ എന്തിനാ അത് കിട്ടണ്ടേ? നല്ല റീച്ച് കിട്ടും. ലുലുമാളില്ലല്ലോ, എറണാകുളത്ത് കയറിയേ. ഇവിടെ കാളാപ്പാടുള്ള എന്നെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങള് കളിക്കുമ്പോഴേ ഫുഡ് കോർട്ട് ഇങ്ങനെ വെറുതെ കറങ്ങും. അല്ലെ നമ്മളിനി പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഇന്ന് പോണത് നമ്മള് എല്ലായിടത്ത് പോയാലും മധുരം കഴിക്കണം. നമ്മള് ആടാ സൽമാനാണല്ലോ ചീസ് ചോക്ലേറ്റ്. സൽമാനാണല്ലോ ചീസ് ചോക്ലേറ്റ്. മധുരമാണോ? അത് നമ്മള് സ്നാപ്ചാറ്റ് തുറന്നപ്പോ കണ്ടു പഞ്ചാര. ആട്ടോ കണ്ട് മൈക്കൊന്നുമില്ല. പിൻ ചെയ്തു അപ്പൊ ഇങ്ങനെ പാസ് ചെയ്യാം. അത് അല്ല തള്ളി വിടരുത്തിട്ടോ. സ്പീഡ് പോരുതേ. ഈ ഒരു സംരംഭം വിജയിപ്പിക്കാനായിട്ട്
ബസ്സിന്റെ സൗണ്ട് ഉണ്ടാക്കാം ആ ഇജ്ജ് കണ്ടക്ടർ കേട്ടോ ഇജ്ജ് കണ്ടക്ടർ ഞാൻ എഞ്ചിനാ ആ അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇത് എന്ത് ചെയ്യണം സ്റ്റാർട്ടിങ് സൗണ്ട് അത് ആ കുതിരയാണ് ഓടരുത് ഇങ്ങനെ ചവിട്ടും ഓക്കെ എങ്ങനെ അപ്പൊ തോപ്പ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ 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 റെഡി 1 2 3 സ്റ്റാർട്ട് ഇത് പോവോ തട്ടരുതോ വണ്ടിമ തട്ടരുതേ ഓ ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ് വണ്ടി 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 വണ്ടിയാ വണ്ടി അങ്ങോട്ട് കയറ്റി അല്ലാതെ ഡ്രിഫ്റ്റ് ചെയ്തതാ ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു സൽമാന് ഞാൻ പിടിച്ചിട്ടോ കർഷികേറെ നമുക്ക് പോവാ നമ്മളവിടെ കളി എടാ ഇരിക്കി ഇരിക്കി ചേച്ചി ഒന്ന് ഉണ്ടാക്കി തരും ചേച്ചി ഉണ്ടാക്കി തരും ബൺ അഡിക്റ്റ് ആണ് ആ ഒറ്റൊന്ന് ഒന്ന് ഒരു വൈകില്ല ആശിച്ചൊരു ബണ്ണ് എന്നാ വന്ന് നോക്കിയപ്പോ അതും കഴിഞ്ഞു നല്ല ഇവിടെ തന്നെയാണ് അവിടെ അപ്പൊ എന്താ അവിടെ കട അല്ല എന്തിനാ രണ്ട് കട വാ എല്ലാരും പേര് ചേച്ചി 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 ഞാൻ അവിടെ എന്താ പറയണ്ടേ എന്താ പറയണ്ട അവിടെ ചേച്ചിന്റെ പേര് പറഞ്ഞാലോ സംഗീത ചേച്ചി പറഞ്ഞു സംഗീത ചേച്ചി ചേച്ചി സംഗീത ചേച്ചിന്റെ പേരില് അല്ല നമുക്ക് സംഗീത ചേച്ചിന്റെ ചേച്ചി പൈസ കൊടുക്കണ്ടല്ലോ ആണോ പൈസ കൊടുത്തോ ഞങ്ങൾക്ക് സംഗീത ചേച്ചിന്റെ പേരിൽ പറ്റിട അവിടെ ഞാൻ സംഗീത ചേച്ചി അപ്പുറത്തെ പടത്ത് സംഗീത ചേച്ചി തരും പറഞ്ഞാൽ മതി പണിട്ടില്ല അപ്പൊ അപ്പുറത്തെ കടയ്ക്ക് വിട്ടു നമ്മളെ ചേട്ടാ സംഗീത ചേച്ചി പറഞ്ഞ ബെന്ന് അവിടെ ഇങ്ങനെ ചൂടാക്കി മുറിച്ച് ഇങ്ങനെ ആക്കി തരും ഇത് അവിടുത്തെ സെയിം സാധനമാണോ ഈ സാധനമാണ് പക്ഷെ അവിടെ ഇങ്ങനെ മുറിച്ച് ചൂടാക്കി ഇങ്ങനെ വെച്ചു ഭയങ്കര രസമാണ് ഇപ്പൊ രസം പറഞ്ഞിട്ട് എന്താ കാര്യം ആ ഒരു ഫീല് കിട്ടിയതേനു അല്ലേ അവിടെ വേറെ ജ്യൂസും അടിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം കുടിച്ചു പൊള്ളിക്കും ഈ നാലകത്ത് പൊടിച്ച് പോകണം നമുക്ക് ഞാൻ പറഞ്ഞേ അവിടുന്ന് നമുക്ക് അവിടുന്ന് ഫീൽ ഇട്ടാൻ വേണ്ടിട്ട് ഇവിടുന്ന് മേടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി തിന്നാം ആ എന്നാ അങ്ങനെ നമ്മൾ നാലകത്ത് ഫ്രൂട്ട്സ് കൊണ്ടോ നാരങ്ങ ഫ്രൂട്ട്സോ നാലകത്ത് ഫ്രൂട്ട്സ് അതൊക്കെ എന്താ വണ്ണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഒന്ന് തരുമോ ബോസ് എന്തേ കഴിക്കാം അത് കഴിക്കാൻ തന്നെയാണ് വാങ്ങണതേ അല്ല ഇപ്പൊ ഒന്ന് കഴിച്ചോ ഒറ്റന്ന് അവന് കഴിച്ചോണ്ട് പോകാനാണ് പറയാ എക്സ്പീരിയൻസ് പറയണേ നല്ല രസമുണ്ട് നോക്കട്ടെ ഓ ഭയങ്കര സോഫ്റ്റ് സാധനം സൂപ്പർ മതിട്ടോ ഒരു ഒരു നന്ദിയുണ്ട് ഓ വണ്ടി 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 സൽമാനെ അടിപൊളിയാണ് സംഗീത ചേച്ചിന്റെ പേരിലാണ് പറ്റിയത് പൈസ ചേച്ചി അല്ലേ പൈസ സംഗീത ചേച്ചി തരുന്ന് പറഞ്ഞിങ്ങനെ അടിപൊളി സാധനം ചേച്ചിക്കാണോ എന്താ എന്റെ അഭിപ്രായം ആ മൈക്ക് വെച്ച് കൊടുത്താ
ശരത്ത് നിന്നതാണ്. സാധനം തീർന്ന ഇപ്പം തീർത്ത കേട്ടോ ഇവിടെ ഇപ്പം വന്നാണ്ട് 4 തിന്നു പറയും പക്ഷെ ഇതിനായിട്ട് അടിപൊളിയാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അതിന് ഇവിടുത്തെ തിന്നണോ അവൻ പറഞ്ഞു ആ നല്ല ഉറക്കമത്തില്ല ആ കിളി പോയിരിക്കേ. എന്നിട്ട് കിളി പോയെന്ന് കാണില്ലല്ലോ. ഡിസ്കളെ മൈക്ക് പിടി. മലപ്പുറത്ത് നിന്ന് ഈ പെണ്ണ് കഴിക്കാനാ ഇവനെ വിളിച്ചെടുത്തി ഇങ്ങോട്ട് വരെ നല്ല പെരിയ വ്ളോഗറെ പെരിയ വ്ളോഗറേ അയ്യോ പറഞ്ഞ കേട്ടത് പെരിയ വ്ളോഗറേ. ഇത് പെരിയ വ്ളോഗർ. ഹിന്ദിയിൽ സംസാരിക്കടാ അവനെ. നമുക്ക് ചേച്ചിനെ പരിചയപ്പെടാം. ചേച്ചി വലിയ കണ്ട ചേച്ചിയോട് ചേച്ചിക്ക് ഹിന്ദി അറിയില്ല. മലയാളം പറയണ്ടല്ലോ നല്ലോണം. मैं असम से മേ മലപ്പുറമേ ചെങ്ങായി തമിഴാണ് പറയണേ. ഇത് ഹിന്ദിയാണ് ചേച്ചി ഹിന്ദി മലയാളം. ക്യാമറ ഒന്നും നല്ല ക്യാമറ നെബിലിന്റെ വ്ളോഗ് പാൻ ഇന്ത്യൻ ആയിട്ടോ ഇന്ത്യൻ തമിഴൊക്കെ മിക്സ് ചെയ്ത്. ചേച്ചി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. सब्सक्राइब लाइक കമന്റ് ചേച്ചി അങ്ങനല്ല കത്തിയുണ്ട് അല്ല ഒരു വെട്ട കിട്ടിയപ്പോ എന്റെ വ്ളോഗാണ് ഞാൻ കട്ട് ചെയ്യും. ചേച്ചി എന്താ ചോദിച്ചേ? ചേച്ചി എബിൽ ആകെ അടി പോയി ഏലടിച്ചാണ് ചോദിച്ചു. അതാ പാന്റും കണ്ടില്ലേ? ഫാഷനാണ്. ലാസ്റ്റ് ചേച്ചിക്ക് തന്നെ ഗതിയിട്ട് ചേച്ചി ചോദിച്ചു. ഒരു ഓട്ടവീരൻ തന്നെ. ബഡായിലി ഇതിന്റെ വ്ളോഗാണ്. എന്താ വിചാരിച്ചേ? ഞം ഞം ഞം. അല്ല ഞാൻ അടുത്ത ആളെ പോകണ്ടില്ല നമ്മള്. ഇതിന്റെ അടുത്ത വേറെ സ്പോട്ട് ഉണ്ട്. അടുത്ത ഇവിടെ കട്ടനും പുട്ടും കട്ടനും ഉണ്ട്. പുട്ടും കട്ടൻ അടിക്കാൻ പോകുന്നുണ്ട്. പുട്ടും കട്ടൻ എങ്ങനെ ഒരു മാച്ച് വരുന്നത്? അതെങ്ങനെ മാച്ച്? പുട്ടും കട്ടനും പുട്ടുക്ക് കട്ടനുണ്ട്. കട്ടനേക്ക് പുട്ടിട്. അവിടെ ഇതെന്താ അനക്കെന്താ പറ്റിയേ? അത് വർക്കൗട്ട് ആയില്ല. പൈസ കൊടുക്കാത്തോണ്ടേ താത്തോട് നിർത്തി. കന്നഡ വെച്ചെടുത്ത് അല്ല കച്ചവടമല്ലോ. എടാ മൈക്കില്ല. നമുക്ക് ചേച്ചിയോട് പോയി പറഞ്ഞാലോ. എടാ നമ്മള് പൈസ അടച്ചോ? ചേച്ചിയോട് പോയി പറഞ്ഞാലോ പൈസ ചേച്ചി എന്താ പാത്രം അയക്കാൻ മതി എന്ന് വെച്ചാലോ. അയ്യോ പൈസ എടുക്കാൻ മറന്നല്ലോ. അല്ല ഇവനെ ഇവിടെ ആക്കി കൊടുത്താൽ മതി. ടാക്സിനോട് ആക്കി കൊടുക്കാം. മൈക്കതാ ചേച്ചിയാ ഒരു സംശയം. ഈ ഫുഡ് കഴിച്ചിട്ടേ പൈസ ഇല്ല അവരുടെ കയ്യില്. അപ്പൊ നമ്മളെന്താ ചെയ്യാ? അതല്ല എന്ത് ചെയ്യാനാ? എനിക്ക് തരാൻ പൈസ ഇല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? പൈസ വേണ്ട പറയോ? പൈസ വേണ്ട പറയും. അതൊന്ന് എല്ലാരും ഇവിടെ വരട്ടോ. പൈസ ഇല്ലാത്തവരൊക്കെ കടയിലേക്ക് വരിക. പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് ചേച്ചി ഇല്ലല്ലോ. അല്ലെങ്കിൽ പൈസ വേണം. അപ്പൊ സംഗീത ചേച്ചിന്റെ കടയാണ്. സ്ഥലം പറഞ്ഞു. കേരളം എങ്ങനെയുണ്ട്? ഇതാരെ എടുക്കണ പേൻ മൈക്കോടല്ല അതിന്റെ അടുത്തുണ്ട്. ഗൈസ് സംഗീത ചേച്ചിന്റെ കടയാണ്. എന്താ MS ബേക്കറി. നല്ല MS ബേക്കറി customers അതല്ലേ വരും. കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ കച്ചറല്ല. കലൂരാണ്. സ്റ്റേഡിയത്തിന്റെ അടുത്ത് കുറച്ച് ഇത് എവിടെയാണ്? കച്ചറല്ല. ക്രീം ബൻ അച്ച ക്രീം ബൻ വലിയ കച്ച ക്രീം ബൻ. ലാസ്റ്റ് അറിയില്ല നിങ്ങളെ ഇക്കാലം ചങ്ങ എല്ലാവരും വന്ന് കഴിക്കും. ഓക്കെ ഇതിന്റെ വ്ളോഗല്ല. അപ്പൊ ചപ്പുറത്ത് നന്നായിക്കോട്ടെ. അപ്പൊ അങ്ങനെയൊക്കെ എന്റെ ഇന്ത്യന്നൊക്കെ എന്റെ വ്ളോഗിൽ എന്റെ വ്ളോഗിൽ ഇവിടെ നിന്നു. അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്യാറില്ലേ? ആ പറയ്. നബിലിന് എന്താ അറിയോ? നബിലിന് ഭയങ്കര പേടി. ഈ വ്ലോഗ് ആൾക്കാർക്ക് ഇഷ്ടാവോ? എടാ നമ്മൾ ഇതൊക്കെ ഇട്ടാൽ ആൾക്കാർ കാണുമോ? അപ്പൊ നിങ്ങൾ തന്നെ പറയട്ടോ കമന്റില് കാണോ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോ നമ്മൾ ഈ കൊച്ചു വ്ളോഗ് നമ്മളിവിടെ അവസാനിക്കുകയാണ്. കൊച്ചിയിലെ കൊച്ചു വ്ളോഗ് കൊടുത്താലോ തമ്മില്? കൊച്ചിയിലെ ഒരു കൊച്ചു കിട്ടി. കിട്ടി. കൊച്ചിയിലെ കൊച്ചു വ്ളോഗ് ഇവിടെ അവസാനിക്കാണ്. പറഞ്ഞോ. അപ്പൊ ഇനിയും പുതിയ കുറെ വ്ളോഗ്സ് വരുന്നതായിരിക്കും.
നമ്മള് ലൈഫ് സ്റ്റോറീസും ട്രാവൽ വ്ളോഗ്സും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. ഇജ്ജ് പറയ്. അപ്പൊ അടുത്ത വ്ളോഗില് ഓട്ടോമാറ്റിക്കുള്ള ഷർട്ട് ഉണ്ടാവും, ഓട്ടോമാറ്റിക് പാന്റ് ഉണ്ടാവും, ഓട്ടോമാറ്റിക് പാന്റ് ഉണ്ടാവും. സൈക്കോക്ക് അല്ല അർഷിക്ക് നമ്മളൊരു പാന്റ് പാന്റും കൂടി എടുക്കാണ്ട് അതും കൂടി നമുക്ക് നോക്കാം, സമയം കിട്ടിയ നമ്മള് അത് പെരിയിൽ ഉമ്മല്ല അപ്പൊ ഞാൻ പാന്റൊക്കെ മാറ്റി വെച്ചു കേട്ടോ. പക്ഷെ ബാഗ് എടുത്ത് പോകുന്നു, ട്രൗസർ മാത്രം ഇട്ട് പോന്നു. അതാണ് അവസ്ഥ. ഇടയ്ക്ക് ഇങ്ങനെ പാന്റ് ഒന്നും ഇടാണ്ട് ഇറങ്ങിയിട്ടുണ്ട് കർഷി. അപ്പൊ അതാണ് പറഞ്ഞത്. ഇപ്പൊ 2-3 ദിവസമായിട്ട് കുറച്ച് ഡിപ്രഷനിലേനു അന്നെ പറയണേ ചിരിച്ചല്ലേ റെഡിയായി ഇപ്പൊ റെഡിയായില്ലേ ഓക്കെ ആയി. നീറ്റ് പാന്റ് ഇല്ലാണ്ട് നടക്കുക. അമർത്തുക. അപ്പൊ വ്ളോഗ് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്തെടുക്കുക, എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടോ. ഇക്കുബൈനെ എപ്പോഴും എല്ലാരും സപ്പോർട്ട് ഒന്നും പറയുന്നില്ല. ഇല്ല, കൊച്ചിയിലെ കൊച്ചു വ്ളോഗ് കണ്ട എല്ലാവരും അവസാനിപ്പിക്കുന്നു. കൊച്ചു വ്ളോഗ്. ബൈ.